അതുപോലെ സംഭവിച്ചു. നിന്റെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കും. ആത്മാവിനെ ഈ ദൈവസഭയിൽ പകരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കും. നീ എത്രത്തോളം അതിനോട് പ്രതികരിക്കുവാൻ തയ്യാറാകുന്നു, നീ എത്രത്തോളം അതിനോട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നു, ദൈവം അതുപോലെ നിന്നെ ടച്ച് ചെയ്യുവാൻ ഇടയാക്കി. അന്ന് വരെ പേടിച്ചിരുന്ന, അന്ന് വരെ വെളിയിൽ ഇറങ്ങുവാൻ ഭയപ്പെട്ടിരുന്ന ചിലതിനെല്ലാം ആ പരിശുദ്ധാത്മാവിന്റെ സന്ദർശനം കൊണ്ട് പുറത്ത് ഇറക്കുവാൻ ദൈവത്തിന് കരുണ തോന്നി. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. നമ്മൾ ഊഹിക്കുന്ന ഒന്നും അല്ല കേട്ടോ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നമ്മുടെ പ്രതീക്ഷകളൊന്നും അല്ല പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ ദൈവജനമേ, യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് ഈ സഭയിൽ നിറവേറാൻ പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിറവേറാൻ പോവുകയാണ്. നമ്മുടെ തലമുറകളുടെ മേൽ നിറവേറാൻ പോവുകയാണ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയോട്, ജനത്തോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ആ ഒരു വാഞ്ചോടുകൂടി ഇരിക്കുക. ആ പരിശുദ്ധാത്മാവിന്റെ സന്ദർശനത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മളെ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് ദൈവിക കൃപാവരങ്ങളെ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ദർശനങ്ങളെ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവിക പ്രവചനപരത്തെ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, സ്വപ്നങ്ങളെ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിന്റെ മേൽ അതിശക്തമായ ദൈവിക ആത്മാവിനെ പകരുവാൻ എൻ്റെ വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു വെള്ള പേപ്പർ പോലെ ആയിരിക്കുക. പരിശുദ്ധാത്മാവ് വരച്ചോളൂ. നമ്മുടെ ഡിസൈൻ ഒന്നുമല്ല ഡിസൈൻ, അവൻ ചെയ്യുന്നതാണ് ഡിസൈൻ. ആമേൻ. ആ ദൈവിക കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പിതാവേ, കർത്താവേ, ദൈവസന്നിധിയിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ പകരണം. ഇന്നലെ രാത്രികാലം നാം അനുഭവിച്ച അതേ സന്തോഷം അത് നിലനിൽക്കുന്നതായി തീരട്ടെ. ഇന്നലെ അനുഭവിച്ചു, അത് നാം അവിടെ അത്രയും കൊണ്ട് തീർന്നു എന്നല്ല, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ കടന്നു ചെന്നിട്ടില്ലാത്ത ആത്മമണ്ഡലങ്ങളിൽ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ആത്മമണ്ഡലങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വരുവാൻ, അതിലേക്കൊരു വർധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അത് വർധന വേണ്ടി നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നാം നമ്മളെ തന്നെ ഒരുക്കമുള്ളവരായി ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ തലമുറകളെ ഇന്നലെ രാത്രികാലം ദൈവം പരിശുദ്ധാത്മാവ് തൊട്ടു, നമ്മെ പരിശുദ്ധാത്മാവ് തൊട്ടു. അതേ ദൈവിക സാന്നിധ്യം, അതേ ശക്തമായ ദൈവിക സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. അതിനോടൊന്ന് പ്രതികരിച്ചു തുടങ്ങിയാട്ടെ, അതിനോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിൽ വീണ്ടും അത് വെളിപ്പെടണം. അതിന്റെ ഒരു വർധനവിലേക്ക് എന്നെ നയിക്കണം.
യോശുവയുടെ പുസ്തകത്തില് യോശുവ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഞാൻ പറയുന്നു, യഹോവ ഇന്ന് നമ്മുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ചിലതിലേക്ക് ബ്രേക്ക് ചെയ്യുന്ന, ചിലതിലേക്ക് നാം കയറപ്പെടുന്ന, ചില വലിയ ഡെലിവറൻസുകൾ ഉണ്ടാകുന്ന നിമിഷങ്ങളായിരിക്കും ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. യോർദാൻ കടക്കുന്നതിന് മുമ്പ് ജനത്തോട് വിളിച്ച് പറഞ്ഞതാ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പോൽക്കാലം ആ ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നിന്റെ മുന്നിലുള്ള ഏത് യോർദാനാണെങ്കിലും, നിന്റെ മുന്നിലുള്ള ഏത് വൻ കടലാണെങ്കിലും, നിനക്ക് കടക്കുവാൻ കഴിയില്ലെന്ന് പറയുന്ന ഏത് വലിയ വിഷയമാണെങ്കിലും പെട്ടവുമായിട്ട് അതിന് മേൽ കാൽ വെച്ച് കഴിയുമ്പോൾ അത് രണ്ടായി തീരും. നീ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന പ്രോമിസിലേക്ക് നീ പ്രവേശിക്കുകയാണ് ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം. യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലും നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പകരുകയും. കാരണം ദൈവം നമ്മളെ ഒന്ന് പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിൽ കൂടെ ചിലതെല്ലാം ചെയ്തെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവജനം പറയുന്നത് പോലെ ദൈവം നമ്മളുടെ ഇടയിൽ ജനത്തെ നോക്കി പറയാണ്, നിങ്ങളുടെ ഇടയിൽ. ഞാൻ ഈ സഭയെ നോക്കി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ തലമുറകളുടെ മേൽ ഇന്ന് നീ ഏത് വിഷയത്തിന് മുമ്പിലായിരിക്കുന്നു ആ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ പോവുക, ദൈവം അതിശയം പ്രവർത്തിക്കുവാൻ പോവുക. ഈ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, ദൈവമായിട്ടൊന്ന് കണക്റ്റഡ് ആവുക, ആ പരിശുദ്ധാത്മാവുമായിട്ടൊന്ന് കണക്റ്റഡ് ആവുക. പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ജനത്തെ ഞങ്ങള് ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളെ തന്നെ ഒന്ന് ഒരുക്കപ്പെടുവാൻ, കർത്താവേ അങ്ങയുടെ സന്നിധിയോടൊന്ന് ചേർത്ത് വെപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം ഞങ്ങൾ വിശ്വസിക്കുകയാണപ്പാ. ഞങ്ങളുടെ ഇടയിൽ ഒരു അതിശയം നടക്കുവാൻ പോകും. ഞങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു മറുപടിയുമായിട്ട് അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുവാനായിട്ട് പോകുന്നു. ഞങ്ങൾ ചില യോർദാനുകളെ കടക്കുവാനായിട്ട് പോകുന്നു. ഞങ്ങൾ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുന്നു. ഈ ദേശത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കീഴടക്കുവാനായിട്ട് പോകുന്നു. ദൈവസാന്നിധ്യം വലിയങ്ങളുടെ മധ്യത്തിൽ അതിശക്തമായിട്ട് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരുക്കത്തോടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറായി ഇരിപ്പാടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവാസനങ്ങളുടെ മധ്യത്തിൽ അതിശക്തമായിട്ട് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകരനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ. മുമ്പോട്ടുള്ള സമയങ്ങൾ പ്രിയ ദൈവാസന ദൈവ ശുശ്രൂഷ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പാഠപുസ്തകത്തിന്റെ വാക്യം വായിക്കാം. 33-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം. അവൻ അവനോട്,
തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. നല്ല കർത്താവേ, നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും സഹായിക്കും, ചർച്ചനെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ കൈയുയർത്തി ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ദൈവമഹത്വം നമ്മുടെ നടുവിലുണ്ട്. പരിശുദ്ധാത്മ വൻ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് കഠിനമായ വയറുവേദന പ്രാർത്ഥിക്കണം. വേറെ ബുദ്ധിമുട്ടായിട്ടല്ല, ഒരു കുത്തൽ പോലെ, പക്ഷെ അതൊരു ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ കാര്യം ചലിക്കാൻ വേണ്ടി. ദൈവസാന്നിധ്യം ആവോളം എത്രത്തോളം അനുഭവിക്കാൻ പറ്റുമോ അത്രത്തോളം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിൻ്റെ ചില പോർഷൻസുകളൊക്കെ തുറന്നു വരുമ്പോൾ കർത്താവിൽ അധികമായി സന്തോഷിക്കുകയാണ്. ഇനിയും അതിൻ്റെ എക്സ്ട്രീം ലെവലുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചർച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പിടിക്കപ്പെടുന്ന ചർച്ചയാകട്ടെ. ഇവിടെ വരുന്നവർ പരിശുദ്ധാത്മാവിൽ ലോക്കാകട്ടെ. ഞാൻ പറയുന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യണം. ആത്മാവിനാൽ ലോക്കാണ്. ചർച്ചിൻ്റെ അകത്ത് ഒരാളെ കയറി പിന്നെ പോകരുത് ചർച്ച വിട്ട്. അതുപോലത്തെ ഒരു ആത്മസാന്നിധ്യമുണ്ട്. ചർച്ച മാറണം, ചർച്ച നിറയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കിന്ന് പകല് പ്രിയ കർത്താവിൻ്റെ ദാസന്മാരുമായിട്ട് തെരുവിൽ പോയി കർത്താവിനെ പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടായി. അതിനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന സംഘങ്ങളോട് പാസ്റ്ററോടുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. അദ്ദേഹം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗത്ത് എന്ന് പറയാം. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഫറവോനും അവരെ മിസ്രൈമിലെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രതിനിധിയായി മോശെ, ഇവർ തമ്മിലുള്ള ഒരു യുദ്ധ പരമ്പരയെ ദൈവത്തിന് വളർത്തുണ്ടായിട്ട് അതിനകത്ത് നിന്ന് ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് എന്ത് ചെയ്തു? വലിയ ജയം കൊടുക്കുക. ഇതാണ് ഇതിവൃത്തം. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഉപയോഗിച്ചൊരു വ്യക്തിയുടെ കുറിച്ചാണ് ഇത്രയും നേരമായിട്ട് ഞാൻ സംസാരിച്ചു പോരുന്നത്. എത്ര നാൾ പ്രസംഗിച്ചാലും തീരാത്ത ഉള്ള കലവറകളാണ് അതിനകത്ത് കിടക്കുന്നത്. കോട്ടയം 2 സ്കൂളുണ്ട് എമ്മിൽ ആരംഭിക്കുന്നത്. അതിലൊന്ന് MTയും രണ്ടാമത്തത് MDയും. ദൈവത്തിന് മഹത്വമുണ്ടാകും. MT പുറകിലിരിക്കുന്നു, MD പ്രസംഗിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകും. 2 സ്കൂളും തമ്മിൽ ഒരേ സമയത്ത് വാശിയുണ്ടായിരുന്ന ഒരേ കാലഘട്ടത്തിൽ പഠിച്ചവരാണ് ഞങ്ങൾ. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഇവരാണ് മിടുക്കന്മാർ. MTക്കാരായിരുന്നു ആ സമയത്ത് സ്കോർ ചെയ്തവർ. പക്ഷെ അന്ന് MD പുറകിലായിരുന്നു. പക്ഷേ ഇപ്പം MD അടിച്ച് നിൽക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ പോരാട്ടത്തെക്കുറിച്ച്, ഈ ഇസ്രായേലും മിസ്രൈമിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ ഒന്നുണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലകളിലെ തോൽവികൾ നാളത്തെ ജയങ്ങളാണ്. ദൈവം നമ്മളെ പരിശീലിപ്പിക്കാത്ത ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നാം തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, നാം ഒരിക്കലും പരിശീലനം കിട്ടാത്ത മേഖലകളിൽ ദൈവം നമ്മെ ജയിപ്പിക്കും. ആമേൻ. എത്ര പേർക്ക് കേൾക്കുമ്പോൾ ഒരു ആമേൻ പറയാം. ഇവിടെ ഈ ഇന്നലെ പറഞ്ഞു നിർത്തിയത്, ഇദ്ദേഹത്തിന് ഒരു എൻകൗണ്ടർ ഉണ്ടാവുക, ഡീപ്പ് എൻകൗണ്ടർ. ഈ ഇന്നുകൊണ്ട് ഞാൻ മോശയുടെ കാര്യം പറഞ്ഞ ദിവസങ്ങൾ നടത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ഡീപ്പായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടാകും. കുറച്ച് എത്ര സമയം എടുത്തെന്ന് അറിയത്തില്ല. ഒരു വൈകുന്നേരം കയറി ചെല്ലുന്നു. എപ്പോഴാണ് ഇറങ്ങി വന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ഫലമേൽപ്പിക്കപ്പെടുകയാണ്. 4 പ്രത്യേക കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ എൻകൗണ്ടറിൽ ഫലമേൽപ്പിക്കപ്പെടുകയാണ്. ഒരു ശുശ്രൂഷകൻ്റെ ലൈഫിൽ നിശ്ചയമായിട്ട് ഉണ്ടാകേണ്ട ഒരു അനുഭവമാണ് എൻകൗണ്ടർ. ഒരു ശുശ്രൂഷകൻ്റെ ലൈഫിൽ നിശ്ചയമായിട്ട് ഒരിക്കലും ഒരു എൻകൗണ്ടർ ഉണ്ടായിരിക്കണം. ആമേൻ. ഒരു വിശ്വാസിയുടെ ലൈഫിൽ ഒരിക്കലും എന്ത് ചെയ്യണം? എൻകൗണ്ടർ ഉണ്ടാവണം. എൻകൗണ്ടർ ഉണ്ടായെങ്കിൽ മാത്രമേ അനാവശ്യമായി നമ്മിൽ പൊങ്ങുന്ന കൊമ്പുകൾ ഒടിയത്തുള്ളൂ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ പറയാം. ഞാനൊരു 30 വർഷമായിട്ട് പ്രസംഗിക്കുന്നത് ബൈബിൾ കോളേജ് മുതൽ. എത്ര അത്ഭുതങ്ങൾ, എത്ര അടയാളങ്ങൾ, എത്ര ദൈവ
മേജർ മിറക്കിൾസുകൾ, മേജർ മിറക്കിൾസുകൾ, മേജർ അത്ഭുതങ്ങൾ. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം പറയാം. ഒരു 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 അത്ഭുതം നടന്നാൽ കീഴടങ്ങാത്ത ആളുകൾ നമ്മുടെ നടുവിലുണ്ട്. ദൈവം അങ്ങ് ഇറങ്ങി നിന്നങ്ങ് ചെയ്യുന്നതാണ്. അത് കൈ നീട്ടി പ്രത്യേകിക്കുന്ന ഒരാൾ ഒരു മുടന്ന് നടന്നെന്ന് വിചാരിക്കും. പിന്നെ നിലത്തുന്നവരല്ലാതെ കൂടുന്നവരുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. സംസാരിക്കാത്ത ഒരാൾ സംസാരിച്ചു പോയാൽ ആ പബ്ലിസിറ്റിയിൽ ഓടുന്നവരുണ്ട്. പിന്നീട് ഒരിക്കലും അത്ഭുതം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ പബ്ലിസിറ്റിയിൽ ഓടുന്നവരുണ്ട്. ഒത്തിരി ആളുകൾക്ക് ദൈവത്തിൻ്റേതല്ലാത്ത കൊമ്പുണ്ട്. ഹോളി സ്പിരിറ്റിനോട് പറയുന്നുണ്ടോ, ദൈവത്തിൻ്റേതല്ലാത്ത കൊമ്പുണ്ട്. ഹോളി സ്പിരിറ്റ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം പറയാം. എനിക്കുണ്ടായിരുന്നത് ദൈവത്തിന് മഹത്വമുണ്ടാകും, നന്നായിട്ടുണ്ടാകും. ഇന്നേക്ക് 16 വർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ അത് ഓടിച്ചത് ഒരു എൻകൗണ്ടറിലൂടെ. ലൈഫിലൊരു ഞങ്ങൾക്ക് പലർക്കും ഉണ്ടായി. ലൈഫിലൊരു എൻകൗണ്ടർ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മിൽ നാം അറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത സാധനങ്ങൾ പൊട്ടത്തുള്ളൂ. ഇറങ്ങുമ്പോഴേ വലിയ ക്രൗഡിനെ കാണുന്നവർക്ക് ചെറിയൊരു ഗ്രൂപ്പിൻ്റെ നടുവിൽ പ്രസംഗിക്കാനൊക്കെ വിളിച്ചാൽ ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഇവിടെ പൊതുവെ ആൾ കുറവാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ നാട്ടിലൊക്കെ എണ്ണം ചോദിച്ച് പ്രസംഗിക്കാൻ പോകുന്നവരുണ്ട് അല്ലേ? എന്താ കാര്യം എന്നറിയോ? ഒരു ഹ്യൂജ് ക്രൗഡിനെ അഭിസംബോധന ചെയ്തിട്ട് ഒരാൾക്ക് വേണ്ടി പോകാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പക്ഷെ ഒരു എൻകൗണ്ടർ ഉണ്ടായ ഒരു പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവായിരിക്കും. എളുപ്പം ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അത്ഭുതമോ അടയാളോ വലിയ ക്രൗഡോ സിസ്റ്റം ഇല്ലെങ്കിലും കുഴപ്പമില്ല, സംവിധാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവിന് വേണ്ടി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഒരു എൻകൗണ്ടർ അനിവാര്യമാണ്. ആമേൻ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ വാക്കൊന്നുകൂടി പറയുന്നു. എൻകൗണ്ടർ കർത്താവിനെ കാണുന്ന മാത്രമല്ല, എൻകൗണ്ടറിൻ്റെ അകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് മരിച്ചാൽ കൊള്ളാം? അനാവശ്യമായതെല്ലാം കൊല്ലപ്പെടട്ടെ. ദൈവം ഡിസൈൻ ചെയ്തത് പുറത്തു വരട്ടെ. ഇവിടെ ഒരു സഹോദരി പ്രഗ്നന്റ് ആണെന്ന് വിചാരിക്കും. ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രഗ്നന്റ് ആണെന്ന് വിചാരിക്കും. പ്രവചനം വെളിപ്പെടുമെന്നല്ല പറയുന്നത്, ഒരിതാ പറയുന്നത്, സാധ്യത പറയും. ആ പ്രഗ്നൻസിയിലിരിക്കുന്ന സഹോദരിയുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് പുറത്തു വരുന്നിടം വരെ സ്കാനിങ്ങിൽ മാത്രം അവയവങ്ങൾക്ക് കുഴപ്പമില്ലെന്നും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പ്രസവം നടത്താൻ പറ്റും അല്ലേ? അപ്പം ഈ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന സംഭവം പുറത്തു വന്നാലേ കാണാൻ പറ്റും. ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പസ്റ്റൽ നിങ്ങളുടെ അകത്ത് കാണും. ദൈവം ഡിസൈൻ ചെയ്ത പ്രവാചകൻ നിങ്ങളുടെ അകത്ത് കാണും. ദൈവം ഡിസൈൻ ചെയ്ത വീര്യപ്രവൃത്തിയുടെ ശുശ്രൂഷകൾ നിങ്ങളുടെ അകത്ത് കാണും. അതെങ്ങനെ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ വെയിൽസിൽ ഒതുങ്ങാത്തവനായിരിക്കും, ഒരുപക്ഷെ അവൻ യൂറോപ്പിൽ ഒതുങ്ങാത്തവനായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങളുടെ അകത്ത് ദൈവം ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ ഡിസൈൻ ചെയ്യുന്ന മനുഷ്യനെ ദൈവം പുറത്തെടുക്കാൻ വെക്കുന്ന സ്ഥലമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. അത്ഭുതം തോന്നിയ കാര്യം എന്താണെന്നറിയോ? 80 വർഷം എടുത്ത ഒരു മനുഷ്യന്റെ അകത്ത് നിന്ന് എന്ത് ചെയ്താ ദൈവം ഡിസൈൻ ചെയ്ത ആളെ പുറത്തെടുക്കുക. നമുക്ക് അത്രയും നാള് ഉള്ള ആയുസ് ഇപ്പോൾ കുറവാണ്. 80ലേക്കൊക്കെ ആയുസ് ചുരുങ്ങി. ദൈവത്തിന് മഹത്വം. ആ 120 വർഷത്തിൻ്റെ ഇടയിൽ നിന്ന് ആ മനുഷ്യന് 80ാമത്തെ വയസ്സിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ആയുസ് 80. അപ്പം 80ലേക്ക് വരുന്നയാൾ 40ലേക്കും ഒരു എൻകൗണ്ടർ ഉണ്ടായിരിക്കണം അല്ലേ? ഏറ്റവും കുറഞ്ഞത് കാര്യം. അടുത്ത 40 അവൻ ഉപയോഗിക്കപ്പെടേണ്ട സമയമാണ്. ശക്തിയോടെ അതുകൊണ്ട് ഇത് കറക്റ്റ് സമയം കേട്ടോ. ഇത് കറക്റ്റ് സമയം. ഏകദേശം 40 എബോ ആളുകൾ ഇതിനകത്ത് കൂടുതലുണ്ട്. ഇനിയിപ്പോൾ 40 താഴെയുള്ളൊരു കുറവാണ്. എന്നാലും എല്ലാവരും കൂടെ ഒന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്, ഇതൊരു റൈറ്റ് ടൈമാണ്. സ്വതന്ത്രം എത്ര സമയം കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷേ
കിട്ടുന്ന സമയം ഉപയോഗിക്കപ്പെടാതെ ഈ എൻകൗണ്ടറിനെ മാക്സിമം യൂസ് ചെയ്യുക. വിളിച്ചിറക്കണം ഈ ദൈവത്തെ മുറിക്കാത്ത. മോശം എടുത്ത് കർത്താവ് ഇറങ്ങിയതുകൊണ്ട് എനിക്ക് തന്നെ ഗുണം. മോശം എടുത്ത് കർത്താവ് ഇറങ്ങിയത് അയാൾക്ക് ഗുണമായി. ഏലിയാവിൻ്റെ അടുത്ത് കർത്താവ് ഇറങ്ങിയത് അയാൾക്ക് ഗുണമായി. എൻ്റെ മുറിയിൽ ഇറങ്ങിയാലേ എനിക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. വേറൊരാളുടെ എക്സ്പീരിയൻസോ വേറൊരാളുടെ ഇതോ അല്ല എനിക്ക് വേണ്ടത് എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസാണ്. അതുകൊണ്ട് അവരെ മുറിക്കകത്ത് ഇറങ്ങിയത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നെ മുറിക്കകത്ത് ഇറങ്ങിയിരിക്കണം ഈ കർത്താവ്. അമേ. ഇത് നിയോഗങ്ങളുടെ പർവ്വതമാണ് ഹോരേബ്. നിയോഗങ്ങളുടെ പർവ്വതം. ഒരിക്കലും ചിന്തിക്കാത്തൊരു ദൗത്യം ഒരു മനുഷ്യന്റെ കയ്യിൽ ദൈവം കൊടുക്കുക. ഒരിക്കലും വിചാരിക്കാത്തൊരു ദൗത്യം ഒരു മനുഷ്യന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുക. അടുത്ത വാക്ക് ഒരു പ്രവചന വാക്കാണ്. ഒരു വലിയ ദൗത്യം ദൈവം നിങ്ങളെ തരാൻ പോകും. ഞാൻ പറയുന്ന വാക്ക് അതുപോലെ തന്നെ വിഴുങ്ങാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞോണം. ബാക്കി ഇത്രയേ ഉള്ളൂ. 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഉണർവിനെ കുഴിച്ചിട്ട സാധനത്തെ തിരിച്ച് പൊക്കിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവ് നിങ്ങളെ തരികയാണ്. നിങ്ങളതിന് റെഡിയാണെങ്കിൽ ഈ വെയിൽസിന്റെ തെരുവിൽ അടുത്ത ഉണർവുണ്ടാക്കുന്ന ചർച്ച് ലൈറ്റ് ഹൗസ് ചർച്ചായിരിക്കും. ശക്തിയുള്ളതിനൊരാമൻ. നിങ്ങളെ ഓരോരുത്തരും തമ്പുരാൻ ഉപയോഗിക്കും. ഇന്നലെ ആത്മാവ് തൊട്ട് ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കും. ഇന്നയാളെ വേണമെന്നൊന്നും ദൈവത്തിന് നിർബന്ധമില്ല. പ്രൈസ് ലോറെ. മാസ്റ്റർ ഡിഗ്രി വേണമെന്നോ PhD വേണമെന്നോ BTH MTH ഒക്കെ വേണമെന്നൊന്നും കർത്താവിനൊരു നിർബന്ധവുമില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയാൽ, കർത്താവിന് വേണ്ടി നിൽക്കാൻ താല്പര്യമുള്ള ഒരാളെ കിട്ടിയാൽ ഉറപ്പായിട്ട് കർത്താവിനെ ഉപയോഗിക്കും. എത്താൻ ചെയ്യാൻ വ്യാപരിക്കണം. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു എൻകൗണ്ടറിന് ശേഷമായിട്ട് ഈ മനുഷ്യനെ താഴോട്ട് കർത്താവ് വിടുകയാണ്. താഴോട്ട് വിടുന്ന സമയത്ത് തന്നെ പ്രധാനമായിട്ട് ഒരു വാക്യം ഈ പുറപ്പാട് പുസ്തകത്തിലുണ്ട്. മോസസിനെ ഫറവോന് ദൈവമാക്കിയത് വായിച്ചിട്ടുണ്ടല്ലേ? ഫറവോൻ എന്ത് ചെയ്തു? ദൈവമാക്കി. ആരെയാ? മോസസിനെ പ്രൈം അധികാരിയാക്കിയെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, മോശയിൽ നമ്മളൊരു ലീഡറെയാണ് കാണുന്നത് അല്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ സൗമ്യനാണ് ആര്? മോശ. ദൈവത്തിന് മഹത്വം. ആഫ്റ്റർ ഹോരേബ് ദൈവത്തിന് മഹത്വം. ബിഫോർ ഹോരേബ് പുള്ളിക്കാരൻ സൗമ്യനയല്ല, പക്ഷെ ആഫ്റ്റർ ഹോരേബ് പുള്ളി സൗമ്യനായി. എൻകൗണ്ടർ കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ വേറെ ഇല്ല. അത്ര ദൈവമഹത്വം. കർത്താവിൻ്റെ പേഴ്സണാലിറ്റിയിലേക്ക് പുള്ളിക്കാരൻ കയറാൻ തുടങ്ങി. എനിക്ക് ഈ മെസ്സേജ് പറയുമ്പോൾ ചില ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ സ്വാധീനിക്കുന്നത് കൊണ്ട് ആ വാക്കുകളെ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി ഉള്ള ചിലർ ഈ മീറ്റിങ്ങിനകത്ത് എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പേഴ്സണാലിറ്റി നടക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നൊക്കെ ദൈവശക്തി ആവരിക്കും. കേൾക്കുന്ന എത്ര പേർക്ക് ഒരു ആമേൻ പറയാം? നമ്മുടെ ധാരണ എന്നാ പറയുക? നമ്മൾ സുവിശേഷം പറയുമ്പോഴോ നമ്മൾ പാട്ട് പാടുമ്പോഴോ നമ്മൾ കൈയടിക്കുമ്പോഴോ ആരാധിക്കുമ്പോഴോ മാത്രം ഇത് വിഹരിക്കുന്നതാണ്. അല്ലല്ലല്ലല്ല. നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ മഹത്വം വ്യാപരിച്ചുകൊണ്ട് ഞാനത് ട്രെയിനിൽ അനുഭവിച്ചിട്ടുണ്ട്, ബസ്സിൽ അനുഭവിച്ചിട്ടുണ്ട്, ഫ്ലൈറ്റിൽ അനുഭവിച്ചിട്ടുണ്ട്. അടുത്തിരുന്ന എത്രയോ പ്രാവശ്യം എത്ര ആളുകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയോ? സുവിശേഷം പറഞ്ഞിട്ടൊന്നുമല്ല, സാന്നിധ്യം വ്യാപരിക്കുക. നിങ്ങളൊരു തിക് പ്രസൻസിനകത്ത് കയറിയാൽ നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് മഹത്വം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത് വീഴും കേട്ടോ. ഇന്നത് ചിലരുടെ ദേഹത്ത് വീഴും. നാട്ടിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കരിയില കൂടി കിടക്കുമ്പോൾ ചൂലുകൊണ്ടത് തൂത്തും കൂട്ടിയിട്ട് അടുത്ത് നിന്ന് തീ കത്തിച്ചിട്ട് അടുത്ത് നിന്ന് നോക്കി. കത്തുന്നത് കരിയിലയാണെങ്കിലും അതിൻ്റെ ചൂട് മാറി നിൽക്കുന്നയാളുടെ ദേഹത്ത് വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവമഹത്വം ശരീരത്തിൽ വഹിക്കപ്പെടുന്നയാളുടെ ദേഹത്ത് നിന്ന് അവരനുവദിക്കാത്തൊരു സാന്നിധ്യം ഇങ്ങനെ വികരിച്ചുകൊണ്ടിരിക്കും. മോസസിന്റെ ദേഹത്ത് എന്തോ പതിഞ്ഞിട്ടുണ്ടെന്ന് പുള്ളിക്കറിയാം, പക്ഷെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്നില്ല. ആമേൻ. ഈ ഇന്നലെയും ഇന്നുമായിട്ട് നടക്കാൻ പോകുന്ന കാര്യം രണ്ട് തലവാണ്. ഇന്നലെ നടന്നത് ദേഹത്തെന്തോ പതിഞ്ഞു, പക്ഷെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് പതിയും, അത് കാണാൻ പറ്റുന്നതായിരിക്കും. നന്ന ഉച്ചത്തിലൊരു ആമേനെന്ന് പറഞ്ഞു. ആമേൻ. വിത്തൗട്ട് ഇൻവിറ്റേഷൻ ആൻഡ്
ഇൻവിറ്റേഷൻ ഇല്ലാതെ കയറി ചെല്ലുന്ന സ്ഥലം ഹോരേബ്, ഇൻവിറ്റേഷനോട് കൂടി കയറി ചെല്ലുന്ന സ്ഥലമാണ് സിനായി. വിളിക്കാതെ കയറി ചെല്ലുന്നതാണ് ദൈവത്തിന് മഹത്വം. വിളിക്കാതെ പുള്ളിക്കാരൻ അവിടെ കയറി ചെന്നപ്പോഴത്തേന് എന്ത് ചെയ്തു? അധികാരം കിട്ടി. ദൈവത്തിന് മഹത്വം. ഇറങ്ങി വരുന്നത് 40 ലക്ഷം പേരുടെ പാസ്റ്ററായിട്ടാണ്. ശക്തിയോടെ. അപ്പോൾ ലക്ഷ്യത്തെ തന്നെ കൊണ്ടുനടക്കുമോ? എടുക്കട്ടെ. ദൈവം മോസസിനോട് അങ്ങനെ ചോദിച്ചതാണ്. ഞാനിപ്പോൾ ചോദിച്ചത് പോലെ ദൈവം ചോദിച്ചതാണോ? ദൈവം ചോദിച്ചത്. ദൈവം എന്തായാലും ചോദിക്കാൻ സാധ്യത പറഞ്ഞെന്നറിയാമോ? ദൈവം ആ രീതിയിലാണ് പുള്ളിക്ക് എൻകൗണ്ടർ കൊടുത്തത്. ആ ഒരു ഒറ്റ എൻകൗണ്ടറിന്റെ അകത്ത് എത്ര ലക്ഷത്തെ കിട്ടിയാലും കൊണ്ടു നടക്കാനുള്ള എന്തോ സാധനം വീണു. ഈ രാജ്യം സഭയാകാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേര്? വിഷയത്തെ ജയം വ്യാപരിക്കുന്നു. ഈ രാജ്യം സഭയാകുക. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയപ്പോഴത്തേക്ക് തെരുവിലെല്ലാം നിന്ന് ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കുന്നതും കുറേ ആളുകൾ കേൾക്കാൻ നിൽക്കുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്ത് കാണുക. ഈ തെരുവുകളിലൊക്കെ അത് നടക്കും. വ്യാപരിക്കട്ടെ. ഇതുപോലത്തെ ഒരു മുറിയിലിരുന്ന് ആരാധിച്ചപ്പോഴത്തേക്കിനും ഫ്ലെക്സ് ഇല്ല, വലിയ സംവിധാനങ്ങളില്ല, ബാൻഡ് സെറ്റ് ഇല്ല, സംവിധാനമൊന്നുമില്ല. പക്ഷെ യെരുശലേം പള്ളി കാലിയായി. ആരാ അവിടെ പോയി ഇവരെ വിളിച്ചെന്ന് പോലും അറിയത്തില്ല. ഇവിടെ മഹത്വം ഇറങ്ങിയപ്പോ ആ പള്ളി കാലിയായി. അവിടുത്തെ ആളെ വലിച്ചുകൊണ്ടുവരുന്ന സാന്നിധ്യം. അങ്ങനത്തെ ഒരു ആത്മതലത്തെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുമെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ദൈവത്താൽ അത് തുറക്കപ്പെടാൻ പോകുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ താഴ്ത്തിറങ്ങി വരുന്നു. താഴ്ത്തിറങ്ങി വന്ന ഉടനെ ഇന്നലെ ഞാൻ പറഞ്ഞ വാക്കാണ്, പക്ഷെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. മോസസിന് ഇത്രയും എൻകൗണ്ടർ ഉണ്ടായിട്ടും ദൈവം അവന്റെ നാക്കിന് മാറ്റം ഉണ്ടാക്കിയില്ല. പുള്ളി ചോദിച്ചില്ല, ദൈവം മാറ്റിയില്ല. ചിലത് മാറാതിരിക്കുന്ന നല്ലത്. ഒരാൾ മാറാൻ വേണ്ടി ചോദിച്ചിട്ടും മാറ്റിയില്ല. ആരാ? പോളാ. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഒരു കാര്യം ചോദിച്ചു, ചൊഴലിതീനാണെന്ന് ആളുകൾ പറയുന്നത്. എന്തൊക്കെ ദൈവത്തിന് മഹത്വമുണ്ടാകും. പുള്ളിക്കാരനെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കും. പുള്ളി കൈവച്ച രോഗിയുടെ സൗഖ്യമാവും. പുള്ളിക്ക് രോഗമുണ്ട്, എന്ത് ചെയ്തില്ല, മാറത്തില്ല. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട IPC ഒരു പാസ്റ്ററാണ് രാജു പൂക്കാരൻ. ദൈവത്തിന് മഹത്വം. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ഒത്തിരി ആളുകൾ സൗഖ്യമാവും. പക്ഷെ അയാളെ എന്തുമാത്രം കളിയാക്കിയത്. അതിൻ്റെ ഒരു അധ്യാപകന്മാരിൽ ഒരാളാണ്. ആ ദേവദാസനെ എത്രയോ പേര് കളിയാക്കി. പക്ഷെ ഇപ്പോഴും ആ ദൈവഭക്തൻ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാവും. ബൈബിള് പഠിപ്പിക്കുന്ന ഭാഗം എല്ലാവർക്കും അറിയാമെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് വെച്ചെന്ത് ചെയ്യും വിമർശിക്കുന്നവരുണ്ട്. ഇവിടെ നോക്കുക, പോളിന് ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടാണ്. പക്ഷെ അയാൾ പ്രാർത്ഥിച്ച മരിച്ചവർ വരെ ഉയർക്കുന്നത്. പോളിന് വേറൊരു കൃപയും കൂടെ ഉണ്ടായിരുന്നു. പ്രസംഗിച്ച് ഉറക്കുന്ന കൃപയുണ്ടായിരുന്നു. ഉറങ്ങുന്നവൻ കണ്ടുക, മോളിൽ നിന്ന് താഴെ വീണ് കഴുത്തൊടിഞ്ഞ് ചാകുന്ന. അയ്യോ, നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കേ. അയാളുടെ മീറ്റിങ്ങിൽ അങ്ങനെ നടന്നു. പക്ഷെ അയാൾ താഴെ ചെന്ന് എല്ലാവരും കൂടെ കരഞ്ഞപ്പോൾ പ്രമാദിക്കാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോടാന്ന് തട്ടി കാണും. അവനെ കൂളായിട്ട് എഴുതി വെച്ച് കിട്ടുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കിയേ, ഇവിടെ ചോദിച്ച ആള് രോഗാത്മാവ് മാറുന്നില്ല. പക്ഷെ ആവശ്യപ്പെട്ടില്ല. പക്ഷെ നാക്കിന് ഇത് മാറിയില്ല. ഇത് എന്താ സംഭവം എന്നറിയാവോ? ദൈവം ചിലത് മാറ്റാത്തത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാൻ ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഡയറിക്കകത്ത് ഒരു പ്രാവശ്യം എഴുതി. 2004 എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ എഴുതി വെച്ചു, പ്രാർത്ഥിച്ച് 2 അടി പൊക്കം വേണം, ഇച്ചിരി വയറും വേണം. ദൈവത്തിന് മഹത്വം. കാര്യം പാസ്റ്റർമാർക്കെല്ലാം ഒരുവിധം പൊക്കമുണ്ട്. അത് പറഞ്ഞായിരുന്നു തോന്നുന്നു അല്ലേ? വയറും ഉണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്കാണെങ്കിൽ ഇത് രണ്ടുമില്ല. ഈ പാസ്റ്റർമാരുടെ ഇടയിലോട്ട് വലിയ ഇന്ന് രഞ്ജിത്ത പ്രസംഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരെല്ലാം വിചാരിക്കുന്നുണ്ടോ എന്തോ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞാൽ എന്നാലും ഇച്ചിരി പോകുന്ന ഒരാളായിട്ട് കയറി ചെല്ലുന്നു. അപ്പം എനിക്ക് നാണക്കേടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ഞാനപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് പൊക്കം വേണം, വണ്ണം വേണം. ഞാനങ്ങനെ ഡയറിക്കകത്ത് 3 മാസം കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് 2 അടി പൊക്കവും ഇച്ചിരി വയറും തരുന്നതിനായി സ്തോത്രം. വയറിപ്പം വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷെ ഒരു നാള് എനിക്ക് തോന്നുന്നു 3 മാസം കണ്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ചർച്ചയിൽ ഒരു പാസ്റ്റർ വന്നിട്ട് പുള്ളിക്കാരൻ ഒരു പ്രവചനം കുറേ ദൂരം പറഞ്ഞതിന് ശേഷം പറയാ, ഇത്രയും പൊക്കവും ഇത്രയും മണ്ണുള്ള നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് ഇഷ്ടം. നമ്മുടെ ഡയറി നോക്കി പ്രവചിക്കുന്ന പോലെ
പുള്ളി ഒരു പ്രവചനം. ഞാൻ വീട്ടിൽ ചെന്ന പേപ്പർ കീറി കളഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട്. എൻ്റെ ചോദിച്ചിട്ട് മറുപടി കിട്ടാത്ത ഒറ്റ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതാ. നീ കിട്ടിയില്ല പ്രാർത്ഥനയ്ക്ക് മറുപടി. ഇന്നും അതേ പൊക്കം തന്നെ. ദൈവത്തിന് മഹത്വം. ഫസ്റ്റേ ഒന്നും വിഷമിക്കണ്ട, നമ്മൾ രണ്ട് സ്നേഹം. യഹൂദന്മാരിൽ പൊക്കം കുറഞ്ഞ പൗലോസാ എഫെസോസും റോമും ഒക്കെ ഇട്ട് ഇളക്കി മറിച്ച്. ശക്തിയോടെ ഹാലിലെ പറഞ്ഞേ ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ഓക്കെ, ഒത്തിരി പേരുടെ ലിസ്റ്റ് ഉണ്ട് എൻ്റെ. നമുക്ക് ഇത് കുറവായതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി പഠിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. നിങ്ങൾക്ക് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിലയിൽ നിന്ന് മാറുന്നില്ല, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാര്യം ആ നാവിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത് അത്ഭുതമാണ്. നിങ്ങൾ പാടിയ മൊത്തം വെള്ളിയാന്ന് വിചാരിക്കുക. അന്ന് മെയിൻ പാട്ടുകാരൻ വന്നില്ല. പേരിന പോള്. അന്ന് മെയിൻ പാട്ടുകാരൻ പോള് വന്നില്ല. അപ്പൊ അസോസിയേറ്റ് പാട്ടുകാരും വന്നില്ല. അപ്പൊ ആരെങ്കിലും ഒരാൾ പാടിയേ പറ്റി. കീബോർഡ് ഒരു വഴിയും പാട്ട് വേറൊരു വഴിയും കൂടെ പോകും. ആളുകളെല്ലാം തലേ കുഞ്ചിരിക്കുമ്പോഴാണ് ഒരുത്തൻ അലറി കരഞ്ഞോളൂ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നത്. അവൻ വന്ന് വീണ് കിടന്ന് കരയുക. അവനോട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാം, ആ പാട്ട് എന്നെ ഭയങ്കരമായിട്ട് തൊടുന്നു. പാട്ടുകാരനും അത്ഭുതം. ഇവിടെ നാളെ ചോദിക്കുക, മനസ്സിലായോ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ശ്രുതിശുദ്ധമായി പോയാലേ അത്ഭുതം. അങ്ങനെയൊന്നുമില്ല. സ്തോത്രം പറ. നിന്റെ വെള്ളി വീഴുന്ന ശബ്ദത്തിൽ പോലും മഹത്വം ഇറങ്ങി. ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്നറിയാവോ? അനോയിന്റഡ് ആണോ? അനോയിന്റഡ് ആണ്. പതിയെ സംസാരിച്ചാലും ഒച്ചയെ സംസാരിച്ചാലും കാറിയാലും വെള്ളി വീണാലും അതിനകത്ത് അത്ഭുതമാണ്. അനോയിന്റഡ് ആകണം. ഈശ്വരനാമത്തിൽ വ്യാപരിക്കണം. ദൈവവുമായിട്ടൊരു ഒരു ഒരു വ്യക്തിബന്ധം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് എട്ടെട്ടെട്ടെട്ടെന്ന് പറഞ്ഞാലും അത്ഭുതമാണ്. ഞങ്ങളുടെ കോട്ടയത്ത് ഉണ്ടായിരുന്നു. 8 മൈൽ തരാൻ പറഞ്ഞു. കണ്ടക്ടർ 8 ടിക്കറ്റ് കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് നാക്ക് ധരിച്ചത്. 8 മൈൽ എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞപ്പോൾ പുള്ളി കുറച്ച് 8 പേര് കാണുമായിരിക്കും. അങ്ങനെ 8 ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു പാസ്റ്ററുണ്ട്, ഭയങ്കരമായിട്ട് വിൽക്കാം. പക്ഷെ പ്രസംഗിക്കുമ്പോൾ മാത്രമില്ല. വിൽക്കുള്ള എനിക്ക് അറിയാവുന്നൊരു സുഹൃത്തുണ്ട്, പാടുമ്പോൾ ഇല്ല. ഇത് ഈ മിനിസ്ട്രി ചെയ്യുമ്പോൾ വിൽക്കില്ല, അല്ലാത്ത സമയത്തെല്ലാം വിൽക്കാം. നമുക്ക് അത്ഭുതം തോന്നും. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ, മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. കാര്യം മോശയുടെ വിൽക്കുമ്പോൾ ദൈവം മാറ്റിയില്ലല്ലോ. അയാൾ അത് വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു അത്ഭുതമല്ലേ. പിന്നെ ഞാൻ പറയാൻ കാര്യം അത് അത്ഭുതം ആയതുകൊണ്ടല്ലേ. ഈ കൊട്ടാരത്തിനകത്തോട്ട് കയറിച്ചില്ല. വേഗം പറഞ്ഞു. കൊട്ടാരത്തിനകത്തോട്ട് കയറിച്ചില്ല. കൊട്ടാരത്തിൻ്റെ ഞാൻ ഇന്നലെ പലരുടെ മീറ്റിംഗിൽ പറഞ്ഞു, 8 ദേവന്മാരും 2 ദേവിമാർക്കും എതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ് 10 ബാധ. എത്രയാ? 8 ദേവന്മാരും 2 ദേവിമാർക്കും എതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ് ഏതാ? 10 ബാധ. അവിടുത്തെ മെയിൻ ഒരു ദേവതയാണ് ജലദേവതയായ ഹാപ്പി. ജലദേവതയായ ഹാപ്പി അത് നൈൽ നദിയാണ്. അവിടെ അകത്ത് എന്തുകൊണ്ട് ക്രൊക്കഡൈൽസ് ധാരാളമുണ്ട്. ആ നദിയെ ആദ്യം ഈ വടി കൊണ്ട് തൊട്ടാണ് രക്തമാക്കി മാറ്റുന്നത്. ശക്തിയോടെ ഹാലിലെ പറയാം. ഒരു പേന തരാമോ? ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. ഇതൊരു വടിയാണെന്ന് വിചാരിക്കുക. ഇത് വടിയാണ്. ഈ വടി നിലത്തിടാൻ പറഞ്ഞു. വടി നിലത്തിട്ടു. ഇതെന്തുമായി തീർന്നു? പാമ്പായി, പത്തിക്കാരനായി തീർന്നു. പിന്നെ അതിനെ പിടിക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പിടിച്ചു. അത് പഴയ രൂപത്തിലേക്ക് മാറി. ഈ വടിയായിട്ട് ഇനി നടക്കുന്നുണ്ട്. ഈ വടിയിൽ അപ്ഗ്രേഡ് നടന്നു. ഇന്നലെ വരെ ഈ വടിയിൽ മറ്റൊരു അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വടിയിൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ഒരു അപ്ഡേഷൻ നടന്നു. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം പറയട്ടെ. ആ വടിക്കകത്തുള്ള പാമ്പിനെ ദൈവം ശാസിച്ചില്ല. ഇത് ഇന്നലെ ഇട്ടപ്പോഴും പാമ്പായി, ഇപ്പൊ ഇട്ടപ്പോഴും. പക്ഷെ ഇന്നലെ വെളിപ്പെട്ട പാമ്പ് നെഗറ്റീവ് ആധിപത്യങ്ങളുടെ പാമ്പായിരുന്നു. പാമ്പ് എപ്പോഴും നെഗറ്റീവ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇന്നത് ദൈവം അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേക്കിന് എന്തോ ഒരു വ്യത്യാസം. ഈ പേന പാമ്പായി തീർന്നാൽ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുമോ?
ഇടയ്ക്കെങ്കിലും നോക്കത്തില്ലേ? ഈ വടി പാമ്പായ ബെഡ്റൂമിൽ വെക്കുമോ? എപ്പോൾ വേണേലും ഇതിൻ്റെ സ്വഭാവം മാറും. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഈ വടിയായിട്ടാണ് നേരെ എന്ത് ചെയ്യുന്നത്? പുള്ളി അങ്ങോട്ട് ചെന്ന ഉടനെ ഞാനാകുന്നവൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വടി എന്ത് ചെയ്തു? ഇട്ടു. വടി അങ്ങോട്ട് ഇട്ട ഉടനെ വടി എന്തായി തീർന്നു? പാമ്പായി തീർന്നു. വടി പാമ്പായി തീർന്നു. പുള്ളിയുടെ നിപ്പും ഭാവവും ഒക്കെ ഭയങ്കര, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ ഈ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം പോലെയാണ് പുള്ളിക്ക് എന്ത് ചെയ്തത്? തോന്നിയത്. ഇതങ്ങോട്ട് ഇട്ട ഉടനെ ഇതങ്ങോട്ട് പത്തി വളർത്തി അങ്ങോട്ട് നിന്ന ഉടനെ അഭിമാനത്തോടെ ഇങ്ങനെ നിന്നപ്പോഴാണ് രാജാവിനും ആ പരിചാരകന്മാർക്ക് ആർക്കും ഇത് കണ്ടപ്പോഴത്തേന് വലിയ ഇതൊന്നും തോന്നിയില്ല. കാര്യം അവർ സ്ഥിരം ഇത് കാണുന്നതാണ്. ഇവനിത് വലിയ സംഭവമാണ്, പക്ഷെ അവർക്കിത് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. രാജാവ് പറഞ്ഞ് ആരെവിടെയെന്ന് ചോദിച്ചപ്പോൾ 100 മന്ത്രവാദികൾ വന്നു. 50 എണ്ണം അപ്പുറത്തും 50 എണ്ണം ഇപ്പുറത്തും. ഇറ വടി എന്ന് പറയും. അപ്പുറത്ത് 50 വടി, ഇപ്പുറത്ത് 50 വടി. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് വടിയെല്ലാം എന്തായി തീർന്നു? പാമ്പായി തീർന്നു. നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 100 പാമ്പിൻ്റെ നടുവിൽ മോശയിട്ട ആ പാട പുള്ളിക്ക് എന്തും അറിയാം, വടിയിട്ട അടുത്തത് അറിയത്തില്ല. മിനിസ്ട്രി ഇങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. അടുത്ത അറിയത്തില്ല, ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്യുക. അടുത്തത് എന്താ ദൈവം ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിങ്ങനെ പ്രസംഗിക്കുക, എപ്പോഴാണ് മൂവ്മെന്റ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഉണ്ടാകുമെന്നറിയാം. രക്തത്താൽ ജയം വ്യാപരിക്കണം. വടിയിടുക. വടിയിട്ടപ്പോഴത്തേക്കിന് അഭിമാനത്തോടെ നിന്നവൻ ബലമെല്ലാം പോയി. കാര്യം ഇനി എന്നാ നടക്കുന്നതെന്ന് അറിയത്തില്ല. പുള്ളി ഒരൊറ്റ വിളിച്ചു. മുകളിലോട്ട് നോക്കിയിട്ട് കണ്ണടച്ചായിരിക്കും വിളിച്ചത്. കർത്താവേ, നാണം കെടുത്തരുതേ, നീ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ആ മുകളിലോട്ട് കണ്ണു ഉയർത്തിട്ട് താഴോട്ട് നോക്കിയപ്പോൾ 100 പാമ്പിനെ കാണാനില്ല. എവിടെ പോയി കാണും 100 പാമ്പ്? ഇവൻ ആ മുകളിലോട്ട് കണ്ണു ഉയർത്തിയിട്ട് കർത്താവെ നാണം കെടുത്തല്ലേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് താഴോട്ട് നോക്കിയപ്പോൾ 100 പാമ്പിനെ കാണാനില്ല. ഇട്ട പാമ്പ്, അതായത് ഇവൻ വഴിയിട്ടത് പാമ്പ് ഫറവന്റെ നേരെ 10 വെള്ളത്തിൽ നിൽപ്പുണ്ട്. ആ നിപ്പിന്റെ അർത്ഥം എന്നാന്നറിയാം, ഇനി ഉണ്ടെ കൊണ്ടുപോടാ, വിഴുങ്ങാൻ ഞാൻ റെഡിയാണ്. 100 പാമ്പിനെ ഇത് വിഴുങ്ങി. മിസ്രൈമിൽ ഇനി അതിൽ കുറച്ചുള്ള മന്ത്രവാദികളെ പിടിച്ചാൽ മതി. ഇന്നലെ നിന്റെ നാവ് ചെയ്തുകൊണ്ടിരുന്ന അത്ഭുതം ഇന്ന് നിന്റെ താലന്തുകൾ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ചെയ്യാൻ. നീ ശബ്ദം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത തലം നിന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നീ ഓപ്പറേറ്റ് ചെയ്യും. അതുപോലെ എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. ഹോളി സ്പിരിറ്റ് ശക്തമായിട്ട് എന്നോട് പ്രവചിക്കാൻ പറയുകയാണ്. നിന്റെ ശബ്ദത്തിൽ മാത്രമല്ല, നീ ഉപയോഗിക്കുന്ന ഉപകരണത്തിൽ വരെ അത്ഭുതം നടക്കും. എത്ര പേർക്ക് ആമേൻ പറയാം? അത് അവിടെ ആരും പിടിക്കാനില്ല, അതവിടെ ഇരിക്കുക. പക്ഷെ അതീ വരെ മിറക്കിൾ നടക്കും. അനോയിന്റഡ് ആയ നീ ഇരിക്കുന്ന കസേരയിൽ മഹത്വം ഇറങ്ങി വരും. അനോയിന്റഡ് ആയ നീ ഒരു ഹോട്ടലിൽ വിശ്രമിക്കുമ്പോൾ ആ ഹോട്ടൽ തെറ്റായ കാര്യത്തിന് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നീ കടന്നത് നിമിത്തം അവിടെ ദൈവമഹത്വം വ്യാപരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം അതിന് ആമേൻ പറയാവൂ. അനോയിന്റഡ് ആയ ഒരാൾ അതേ തൊടുമ്പത്തേക്കിന് അത് നല്ല ശബ്ദം സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിന്റെ ശബ്ദത്തിൽ കൂടെ മാത്രം പുറപ്പെട്ടത് നിന്റെ വിരലേ കൂടെയും പുറപ്പെടും. പറഞ്ഞേ, ഇപ്പൊ അത് വടിയിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്താ കാര്യം? ഇവനാ ഇത് പിടിച്ചേക്കുന്നത്. 100 എണ്ണത്തെ വിളി. എന്നിട്ട് ഇതിങ്ങനെ നിൽക്കുക. അപ്പത്തേക്കിന് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ എടുക്കത്തില്ല. ഉടനെ പറഞ്ഞു, നീ നോക്കിക്കോ, നാളെ വെള്ള രക്തമാകും. പുള്ളിക്കാരൻ വെള്ളത്തെ തൊട്ട ഉടനെ അതിൽ മുഴുവൻ രക്തനിറവായി. മന്ത്രവാദികൾ അത് ചെയ്തെന്നാണ് എഴുതിയേക്കുന്നത്. യുവമാർക്ക് എവിടുന്ന് വെള്ളം കിട്ടിയതാണ്. ദൈവത്തിന് മഹത്വം. ചെമ്പയിലൊക്കെ കോരി വെച്ചതായിരിക്കാം എന്ന് കരുതുന്നു. പക്ഷേ ഈ അത്ഭുതത്തിന്റെ വ്യാപ്തി വാസേ ഞാനത് വായിച്ചപ്പോൾ മനസ്സിലായത്, യുവമാർ ഇതിനു മുമ്പേ വെള്ളം രക്തമാക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഒരു നദിയെ രക്തമാക്കുന്ന സംവിധാനം ഒന്നും ഈ മറയിലില്ല.
പക്ഷെ മോസസിന്റെ മേൽ കടക്കുന്നത് ഒരു ഭൂപ്രദേശത്തെ തൊടുന്ന അനോയിന്റിങ് ആണ്. നിങ്ങളുടെ മേൽ കിടക്കുന്ന അനോയിന്റിങ്ങിന് ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലും ഈ രാജ്യത്തെ തൊടുന്ന അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ സലീം എന്ന് പറയുന്ന ഒരു ബിസിനസ് തടി ബിസിനസ് ചെയ്യുന്ന സലീം എന്ന് പറയുന്ന ഒരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അവന് ഭയങ്കര ഇഷ്ടമാണ് അതിന് സുവിശേഷം കേൾക്കുന്നത്. പറഞ്ഞ് അവൻ്റെ ഭാര്യ ഒരു ഫൈറോസ് അവള് വന്നു. ഇതിനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഭൂതം എടുക്കാൻ തുടങ്ങി. അവളിങ്ങനെ തലയിട്ട് ആട്ടാൻ തുടങ്ങി, കൈയിടുന്നിട്ട് ആട്ടാൻ തുടങ്ങി. ഇവനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഭൂതം ഇളകി. അവൾക്ക് ഭൂതം ഇളകി ഉടനെ അടുക്കളയിൽ നിന്നൊരു ശബ്ദം, ഭയങ്കര പാഞ്ഞും കൊണ്ട് ഒരാൾ വരിക, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിൽ എന്ന് സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ വാക്യം, സലീമിന്റെ ഉമ്മ അടുക്കളയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരിക. സലീമിന്റെ ഉമ്മ ബിന്ദിക്കോസുകാരിയല്ല, ബൈബിള് വായിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ സലീമിന്റെ ഉമ്മയുടെ അകത്തിരിക്കുന്ന ദുരാത്മാവിന് വചനം അറിയാം. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി ആവരിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ആ